ഹായ് നമസ്കാരം. ഐനോബഡി കണ്ടു. ഡയറക്ടർ നിസാം ബഷീർ. എനിക്ക് മൂപ്പരെ ഭയങ്കര വിശ്വാസമാണ്. കെട്ടിയോളാണ് എൻ്റെ മാലാക, റൊഷാക്ക്. ഇത് രണ്ടും ഗംഭീര സിനിമകളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. അതിൽ റൊഷാക്കിന്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തൊരു സിനിമയായിരുന്നു. ഏഹ് ഗംഭീര സാധനം, വേറെ റേഞ്ചിൽ നിൽക്കുന്ന സാധനമായിരുന്നു. അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സും അത് ഇട്ടിട്ട് വെച്ചിരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എനിക്ക് കിട്ടിയത്. അങ്ങനെ അയിനോബടിയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഞാൻ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കയറി ചെന്നത്. അതൊരു റോഷാക്ക് പ്രതീക്ഷിച്ചല്ല കേട്ടോ കയറി ചെല്ലുന്നത്. ബിക്കോസ് രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, രണ്ടും വെവ്വേറെ ജോണറാണ്. പക്ഷെ നിസാം ബഷീർ എന്ന് പറയുന്ന ആ ചങ്ങാതിയോടുള്ള പ്രതീക്ഷ, ഒറ്റ വാക്കിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലൊരു പടമാണ്. ഒരു ഡീസൻ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പക്ഷെ ഇതൊരു ഗംഭീര സിനിമ ആയിട്ട് എനിക്ക് തോന്നണം, അങ്ങനെ പറയാൻ പറ്റണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ഒരു ഗംഭീരം എന്നുള്ളൊരു പരിപാടിയിലേക്ക് പോയില്ല. ഇപ്പോ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ്, സീരിയസ്ലി മാൻ, ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോ തന്നെ ഗംഭീരായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് പോയൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പേഴ്സണലി എനിക്ക് കിട്ടിയത്. ഞാനെന്ന പ്രേക്ഷകൻ കൺസ്യൂം ചെയ്ത രീതിയാണ് പറയുന്നത്. നിങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും കൺസ്യൂം ചെയ്തത്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ സാധനം, വേറെ ലെവൽ എക്സ്പീരിയൻസ്, വളരെ എൻഗേജിങ് ആയിട്ടാണ് പോയത്. അപ്പോ ഇതിന്റെ ഇന്റർവെല്ല് വരെ പറയുകയാണെങ്കിൽ, അതായത് ഇന്റർവെൽ സീൻ വരെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പീക്ക് എക്സ്പീരിയൻസിൽ നിൽക്കുന്നു. ഇനി ഈ പടം വേറെ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ വേറെ ലെവലിലേക്കാണ് ഓൾറെഡി ഫസ്റ്റ് ഹാഫ് ഗംഭീര എക്സ്പീരിയൻസ് കിട്ടി. ഇന്റർവെൽ വരെ എത്തിയ സമയത്ത് ഇനി അതിനെക്കാട്ടിലും ഗംഭീരാവുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ് കയറി വന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി, അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഫസ്റ്റ് ഹാഫിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. എനിക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവാണ് തോന്നിയത്. ആ ഒരു എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് അത്ര എൻഗേജിങ് ആയിട്ട് വളരെ വേറെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കമ്മി ഫീൽ ചെയ്തു എന്നുള്ളതാണ് എന്റെ. ഞാൻ പൊതുവെ അഭിപ്രായം പറയുമ്പോൾ ഇതിന്റെ അകത്തുള്ള കഥാ ക്യാരക്ടേഴ്സ് അതിനെ കുറിച്ച് കൂടുതൽ പറയാറില്ല. ബിക്കോസ് കാണാൻ പോകുന്ന ആൾക്കാർ നമ്മൾ വന്നിരുന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ പാടില്ലല്ലോ. കാണാൻ പോകുന്ന ആൾക്കാർ നമ്മൾ മൂഡ് പറയാ എന്ന് മാത്രം, നമുക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് പറയാമെന്ന് മാത്രം. കാണുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു ചെറിയ സ്പോയിലർ പോലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയാത്തത്. ഇതാണ് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. മൊത്തത്തിൽ ഇതൊരു മോശപ്പടമൊന്നുമല്ല, അങ്ങനെ പറയാനേ പറ്റില്ല. ബിക്കോസ് 2.25 മണിക്കൂറുണ്ട് പടം, ലെങ്തിയാണ് പടം. ബട്ട് അവിടെ ഫസ്റ്റ് ഹാഫ് ഒരിക്കലും ഡിസാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിലാണ് അത് ഡിപ്പ് വന്നത്. അതൊരു ഒരു വൺ ടൈം, ഒരു അബവ് ആവറേജ് വാച്ച് എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് തളച്ച് കെട്ടാനുള്ള റീസൺ അതിന്റെ സെക്കൻഡ് ഹാഫാ. എനിക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട് അതിന്റെ അകത്ത്. ആൻഡ് എന്തൊക്കെ ഇങ്ങനെ മറ്റേ ചക്ക കുഴയണ പോലെ കുഴഞ്ഞൊരു ഫീലാണ് പേഴ്സണലി എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇതാണ് ഓവറോൾ എന്റെ അതിനോവടിയെ കുറിച്ചിട്ടുള്ള ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം. മൊത്തത്തില് ഇതൊരു മോശ സാധനമൊന്നുമല്ല, ഒരു വൺ ടൈം ഡീസന്റ് വാച്ച് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും തെറ്റു പറയാനില്ല. ഐ മീൻ പെർഫോമൻസ്, പൃഥ്വിരാജ് സുകുമാരൻ മൂപ്പര് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ തന്നെ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഈസ് എ നൈസ് ആക്ടർ, നല്ലൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് മൂപ്പര് നല്ലൊരു ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് ലെവലായിട്ട് ചെയ്യും. ആ ഒരു വിശ്വാസമുണ്ട്. ഇതിന്റെ അകത്താണെങ്കിലും മൂപ്പര് ആ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. മൂപ്പര് നന്നായിട്ട് വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്തുള്ള മ്യൂസിക് ആയിക്കോട്ടെ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. കിടിലൻ മ്യൂസിക് ആയിരുന്നു, കിടിലൻ മ്യൂസിക്, അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരിക്കലും ഈ ഗിമ്മിക്ക് പോലെ അങ്ങനെയല്ല, എന്താ പറയാ, ചവിട്ടി പറപ്പിക്കുക അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടികളൊന്നുമല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഫൈറ്റ് ഒക്കെ. അതായത് നന്നായിട്ട് പൃഥ്വിരാജ് ഇതിന്റെ അകത്ത് അടി കൊള്ളുന്നുണ്ട്. കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ആഞ്ഞിങ്ങനെ കൊള്ളല. അപ്പൊ അതിന്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കൂടിപ്പോയി, ഫൈറ്റോട് ഫൈറ്റ് ആയിരുന്നു ഇതിന്റെ അകത്ത്. പക്ഷെ അത് കണ്ടിരിക്കണമുണ്ട്, വലിയ ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല രീതിയിലാണ്, റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഓവറോൾ ഇതിനെ മോശം എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല,
എബവ് ആവറേജ് എന്ന് എന്താണ് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നല്ലൊരു ഡീസന്റ് വാച്ച് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇതിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് നല്ല എക്സ്പീരിയൻസ് കിട്ടിയത്. ഗംഭീര രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ടാണ് ആ ഫസ്റ്റ് ഹാഫ്, 2.25 മണിക്കൂറുള്ള പടത്തിൽ ഫസ്റ്റ് ഹാഫ് നല്ല എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കിട്ടിയത്. സെക്കൻഡ് ഹാഫിലേക്കാണ് ആ ഒരു ചക്ക കുഴയണ പോലെ കുഴങ്ങിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയത്. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത്. ഒരു ചെറിയ താഴേക്കൊന്ന് പോയി എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അഭിനേതാക്കളുടെ പ്രകടനം ആയിക്കോട്ടെ, അതുപോലെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ മറുനാടനൊക്കെ എടുത്തിട്ട് ഡിങ് ആക്കി വിടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആക്ച്വലി അതൊക്കെ വളരെ കറക്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എങ്ങനെ ഒരു ഒരു സാഹചര്യത്തിനെ എടുക്കും, അതിന്റെ ശേഷം ഈ ആൾക്കാർ എങ്ങനെ ഒരു മനുഷ്യന്മാരെ കാണും, അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള സംഗതികളൊക്കെ ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്രൗഡിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്, വളരെ കൺവിൻസിങ് ആയിട്ട് രീതിയിൽ. അത് നമ്മൾ എടുത്തു പറയണം. ക്രൗഡിനെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇതൊക്കെയാണ്. പിന്നെ പൊളിറ്റിക്കലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഒരു കൊട്ടലായിട്ടൊക്കെ ഇതിന്റെ അകത്ത് കാണിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഇതിന്റെ അകത്ത് ഉണ്ട്. പക്ഷേ നിസാം ബഷീർ എന്ന് പറയുന്ന ഡയറക്ടറിൽ നിന്ന് എന്താ ചെയ്യുക, പ്രതീക്ഷിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രതീക്ഷയെ പോവും ആ പ്രതീക്ഷയെ പോവും എന്നുള്ളതൊക്കെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മള് ഇവരുടെയൊക്കെ മുമ്പുള്ള പടങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ആ പടം ചെയ്തു വെച്ച ആളുടെ പടമാണ് പൃഥ്വിരാജിനെ വെച്ച് ചെയ്യാൻ പോകുന്ന പടം, ഈ സാധനം വരൂലേ, ഒബ്വിയസ്ലി വരൂലേ. അപ്പൊ നമ്മൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഗംഭീരം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഗംഭീര എക്സ്പീരിയൻസ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഗംഭീരം എന്നൊരു ലെവലിലേക്ക് പോയില്ല. ബട്ട് സ്റ്റിൽ ഒരു വൺ ടൈം ഡീസന്റ് വാച്ചാണ് ഐ നോബഡി. നിങ്ങൾ പോയി കാണണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പോയി കാണണം. ബിക്കോസ് ഞാൻ ചില സിനിമകളൊന്നും പോയി കാണാറ് പോലില്ല. കാരണം തട്ടിക്കൂട്ടാ പൊട്ടെന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ പൊട്ടിയിട്ടുമുണ്ട്. ഓക്കെ, ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തു വെച്ച സാധനങ്ങളൊന്നും അല്ല. അതായത് വളരെ ജെനുവിൻ അപ്രോച്ച് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം ജെനുവിൻ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള അപ്രോച്ചില് ഈ ഒരു എന്താ പറയാ, മുമ്പ് ചെയ്ത വെച്ച പടങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ലെവൽ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു താഴേക്ക് വന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ജെനുവിനിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യും ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. തട്ടിക്കൂട്ടോ പരിപാടികളൊന്നുമല്ല, ഡീസന്റ് അപ്രോച്ചാണ്. അത് അത് ഒരു 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 നൈസ് ഡീസന്റ് ആയിട്ടുള്ള ഒരു വാച്ചിലേക്ക് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് ഡിപ്പ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഹാഫ് ഗേവ് മീ ഫുൾ സാറ്റിസ്ഫാക്ഷൻ. പൈസ കൊടുത്ത് കയറുമ്പോഴേ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും നമ്മൾ അതിനെയും കൂടി എടുത്ത് പറയണമല്ലോ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്. ഓവറോൾ എന്ന് പറയുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കമ്മി ഉണ്ട്, ബട്ട് ഒരു ഗുഡ് വാച്ച് ആണ്. ബട്ട് ഫസ്റ്റ് ഹാഫ് വാസ് എക്സലന്റ് എല്ലാ രീതിയിലും. ആൻഡ് പാർവതി തിരോവത്ത് ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, അവർക്ക് ട്രെയിലർ വന്ന സമയത്ത് അവരെ കുറെ ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ബട്ട് ആസ് എ പ്രൊഡക്ഷൻ ഐ ഡോണ്ട് ഫീൽ എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് ഓൺ ഹെർ. ഷീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അവര് ഇതിൻ്റെ അകത്ത് അവരുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ എക്സ്പ്രഷനും അവരുടെ ഡയലോഗ് ഡെലിവറിയും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പെർഫോമൻസും ഒക്കെ നന്നായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കുട്ടികൾ നന്നായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങൾ പടം കാണും. ഐ നോബഡി. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ഓൾ ദ ബെസ്റ്റ്.